അതെ. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. ദി എനർജീസ് ആർ ക്വാണ്ടൈസ്ഡ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് there would not have any random energies for rotational motions. അപ്പോൾ the rotational energies are also quantized. അപ്പോൾ ഡീറ്റെയിലായിട്ട് പോകുന്നതിന് മുമ്പ് we can start from the diatomic molecules. ഡയറ്റമിക് മോളിക്യൂൾസ്, പോളിയാറ്റോമിക് മോളിക്യൂൾസ് ഒക്കെ നമുക്കറിയാവുന്ന കേസ്. അപ്പോൾ പോളിയാറ്റോമിക് മോളിക്യൂൾസ്, ആറ്റോമിക് മോളിക്യൂൾസ് നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ലീനിയർ മോളിക്യൂള്, സിമ്മട്രിക് ടോപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് റൊട്ടേഷണൽ മോഷൻ, സിമ്പിൾ റൊട്ടേഷൻ നമുക്ക് ഡയറ്റമിക് മോളിക്യൂൾസ് മുതൽ നമുക്ക് തുടങ്ങാം. അതിൽ ആദ്യമായിട്ട് നമുക്ക് റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾ നമുക്ക് നോക്കാം. അതൊരു ബേസിക് അവിടെ നിന്ന് തുടങ്ങാം. അപ്പം സിലബസിൽ പറയുന്നത് ദ സ്പെക്ട്രം ഓഫ് നോൺ റിജിഡ് റൊട്ടേറ്റർ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ HF. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ നമുക്കത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് ഇത് ഈ ട്രാൻസിഷൻ നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബേസിക് ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. നമുക്ക് ആ ബേസിക് നമുക്ക് തുടങ്ങാം. So we start from the simplest of all linear molecules, diatomic molecule. Okay, we consider rigid diatomic molecule that considered as two masses M1 and M2. They are joined by a rigid bar, length R0. Okay, they actually നമ്മൾ ബോണ്ട് ലെങ്ത് നമ്മളിവിടെ അസ്യൂം ചെയ്യാണ്. ദീസ് ആറ്റംസ് ആർ ബോണ്ടഡ് ഓർ കണക്റ്റഡ്, കപ്പിൾഡ് ബൈ എ റിജിഡ് റോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മോളിക്യൂൾസിൻ്റെ കേസ് വരുമ്പോൾ ആ റോഡിൻ്റെ ലെങ്ത് ആണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ലീനിയർ മോളിക്യൂളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് ആ മെറ്റീരിയലിന്, ആ മോളിക്യൂളെ നമുക്ക് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ, ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ അസ്യൂം ചെയ്ത് നമ്മളെടുത്തു. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ C എന്ന് അസ്യൂം ചെയ്യുന്നു. സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് മാസ് 2ലേക്കുള്ള ഡിസ്റ്റൻസ് R2 എന്നും, സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് ദ ബോഡി M1 ഈസ് R1 എന്നും നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ നല്ലോണം ഓർത്തിരിക്കാം. So these masses M1 and M2 are joined by a rigid bar. Simply ആ ബോണ്ട് ലെങ്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റിജിഡ് ബാർ or bond length. Okay, bond length, that is R1 plus R2. R1 plus R2 നമ്മൾ നേരത്തെ പറഞ്ഞു. And this is a linear molecule. The moment of inertia along the bond axis is 0. നമ്മൾ നേരത്തെ പറഞ്ഞു, because that R is 0. Then other possibilities of rotations are end over end rotations. രണ്ട് over end rotation ഉണ്ടല്ലോ. Okay. So the molecule rotates end over end about a point C. That C is the center of gravity, center of mass. And the balancing equation from the moment, we can say that is M1 R1 equal to M2 R2. Lower class നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Then the moment of inertia about the center axis, the center of gravity, is defined by this equation. I is equal to M1 R1 square plus M2 R2 square. Understood? And from this statement, M1 R1 equal to M2 R2 statement, we can write M2 R2 R1 plus M1 R1 R2. ഇങ്ങനെ വന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. R1 equal to
M2 R2 by M1 നമ്മൾ എടുക്കുന്നു. അപ്പോൾ M1 R1 സ്ക്വയർ എന്നാണല്ലോ, M1 R1 ഇൻറ്റു R1. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു R1ന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, M2 R2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ M1 ഇൻറ്റു R1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആ M1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ടേം ആർ M2 R2 ഇൻറ്റു R1. ഓക്കെ, അതുപോലെ ഈ ടേം R2ന് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. R2 is equal to M1 R1 by M2 എന്ന് എടുക്കാം. ആ M2 ഈ M2 ക്യാൻസൽ ചെയ്യും, ബാക്കി M1 R1 ഇൻറ്റു R2 എന്ന് എഴുതാം. ഓക്കെ, ഇത് അണ്ടർസ്റ്റുഡ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് R1 R2 കോമൺ ആക്കി എടുത്താൽ we can write R1 R2 into M1 plus M2 എന്ന് എഴുതാം. Okay, and again using this statement and this statement 2.5 and 2.6 we can write M1 R1 equal to M2 R2 equal to M2 into R2 എന്ന് പറഞ്ഞാൽ R0 minus R1. That is M2 into R0 minus R1 എന്ന് എഴുതാം. Therefore R1 equal to ഇതിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാം അല്ലേ. അതായത് M1 R1 ഈക്വൽ ടു M20 മൈനസ് M2 R1 എഴുതാം ഈ ഇക്വേഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് R1 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ R1 ഇൻറ്റു M1 പ്ലസ്, ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, M1 പ്ലസ് M2 എന്ന് എഴുതാം. അപ്പോൾ എന്തായി, R1 ഈക്വൽ ടു M2 R0 ബൈ M1 പ്ലസ് M2. ഇതിന് കിട്ടിയ മനസ്സിലായല്ലോ. ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, പെന്നെടുക്കുക, നേരെ എന്ത് ചെയ്യുക, M1 R1 ഈക്വൽ ടു M2 R0 മൈനസ് M2 R1. M2 R1 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ M1 R1 പ്ലസ് M2 R1 ഈക്വൽ ടു M2 R0 എന്ന് എഴുതും. ഓക്കെ, എന്നാൽ അതിൽ M1 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ, R1 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ M1 പ്ലസ് M2 എന്ന് എഴുതാം. അതുപോലെ നമുക്ക് R2 നമുക്ക് എഴുതാൻ പറ്റും, M2 R2 ഈക്വൽ ടു M2 R2 equal to M2 R0 minus M2 R1. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, R2 M2 R2 M2 R0 minus M1 R1. M2 R0 minus M2 R1, M2 ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M1 R1 പകരം നമുക്ക് R0 മൈനസ് R2 എന്ന് എടുക്കാം.
R0 minus R2. അപ്പോൾ നേരെ ഇവിടെ ഇങ്ങോട്ട് തിരിച്ചിട്ട് നമുക്ക് എഴുതാം. നേരത്തെ ഇങ്ങോട്ട് എടുത്ത പോലെ ഇവിടെ R0 minus R2 എന്ന് എഴുതാം. നമ്മളിവിടെ എടുത്തുള്ളത് R0 minus R1 എന്നാണ്. അപ്പോൾ M1 R1 പകരം നമുക്ക് R0 minus R2 എന്ന് എഴുതാം. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R2 ഈക്വൽ ടു M1 R0 ബൈ M1 പ്ലസ് M2 എന്ന് എഴുതാൻ പറ്റും. Then substitute this R1 and R2 values in this equation, that is for I. And for I equal to R1 in value substitute here, R2 in value substitute here. Okay, so finally we will get I equal to M1 M2 by M1 plus M2 R0 square. ഇത് ചെയ്ത് നോക്കാം, കിട്ടിയില്ലെങ്കിൽ എന്നെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ M1 M2 by M1 plus M2 നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, റെഡ്യൂസ്ഡ് മാസ് എന്നുള്ളത്. നമ്മൾ അതിനെ ചേർത്തിട്ട് മ്യൂ എന്ന് വിളിക്കാം. അപ്പോൾ therefore we have I equal to moment of inertia is mu R0 square എന്ന് എഴുതാൻ പറ്റും. R0 എന്നുള്ളത് നമ്മൾ ബോണ്ട് ലെങ്ത് എടുക്കാം. അപ്പോൾ now we have written the equation for moment of inertia using the reduced mass, and we have the equation of moment of inertia in terms of the bond length R0 and the reduced mass mu. Understood? Then from the Schrodinger equation, നമ്മൾ ആ ഡെറിവേഷൻ നമ്മൾ ഇവിടെ പഠിക്കുന്നില്ല, സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ Schrodinger equation നമ്മൾ പഠിക്കുന്നില്ല, പക്ഷെ നമ്മൾ അത് we have derived the energy equation for the rotational energy equation from the Schrodinger equation as Ej equal to h square by 8 pi square I into J into J plus 1 joules, where J is rotational quantum number, that the values of J are 0, 1, 2, and here h is Planck constant, I is moment of inertia. നമ്മളിപ്പോൾ കണ്ടു, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. that I may be B or C. I equal to 0 നമ്മൾ എഴുതിയല്ലോ, because it is a diatomic linear molecule ആണ്. I equal to 0. അപ്പോൾ നമുക്ക് either IB or IC നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. This is both are equal. There where J take integral values from 0 upward and is called the rotational quantum number. This equation Ej equal to, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കട്ടോ, ഇത് ഓർത്തിരിക്കുക. റൊട്ടേഷണൽ എനർജി സ്പെക്ട്രം പറയുമ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. Ej equal to h square by 8 pi square I into J plus 1 joule. I is already derived for diatomic molecule as I equal to mu R0 square, where mu is reduced mass M1 M2 by M1 plus M2. Now we are interested in the difference between the energy levels. Then the corresponding frequency, that is mu, is delta E, change of energy by h hertz. In the wave number, here we use the notation mu bar is delta E by hc, centimeter per centimeter. The radiation emitted or absorbed as a consequence of changes between the energy levels. അപ്പോൾ നമ്മൾ the energy change produces or makes the absorption or emission of radiation, and during the absorption the state may be moved from lower to higher. During the emission, the state comes from higher state to lower state.
And usually, the rotational energy spectrum or vibrational energy spectrums are discussed in terms of wave number, mu bar. Okay, and that is useful to consider the energies in these units because in the energy it is in terms of 10 power something. So in centimeter per centimeter, it's easy to represent the numbers. So the energy change EJ is equal to EJ by HC. ഇവിടെ ഇ ജെ എന്നുള്ളത് എപ്സിലോൺ ജെ എന്നുള്ള ഫോമിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അത് നല്ലോണം ഓർത്തിരിക്കുക. ആൻഡ് ഇ ജെ എന്നാണ് വായിക്കുക കേട്ടോ. കാരണം എപ്സിലോൺ വീണ്ടും വരുന്നുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ. ഇ ജെ ബൈ എച്ച് സി. അപ്പോൾ ഇ ജെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ബൈ ഇ ജെ ബൈ എച്ച് സി ഡെൽറ്റ ഇ. ഓക്കെ, ഇ ബൈ എച്ച് സി മ്യൂ ബാർ. So mu by E, this is the difference change of lower state to higher state difference of, then we will get EJ by HC. That therefore when we substitute the value for EJ, we will get okay, this one when we substitute that value, we will get h by 8 pi square into IC into j plus 1 per centimeter. Where c is the velocity of light, I is moment of inertia, h is Planck constant, j is the rotational quantum number. Okay, and the unit is per centimeter. And this equation is abbreviated, shortened as EJ equal to B into j plus 1 per centimeter, where B is this constant h by pi square IC. Here j, here we have studied the rotational spectrum, so where B is known as rotational constant. The B is h equal to h by 8 pi square IB into c per centimeter. IB or IC, it depends on you. Okay, we can use both because both are equal. And using this equation, this statement, we can draw the energy level diagram. As for j equal to 0, for j equal to 1, j equal to 2, നോക്കുക അത് അങ്ങനെ വരച്ച് നോക്കുക. ഓക്കെ, for j equal to 0, j equal to 1, j equal to 2, j equal to 3, j equal to 4. നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോർ j equal to 0 വരുന്ന സമയത്ത് ഇ ജെ ഈസ് j equal to 0, which is EJ equal to j is equal to 0 ആവും. ഓക്കെ, അപ്പോൾ EJ equal to 0. For j equal to 0, this EJ equal to 0. EJ equal to 0. Then for j equal to 1, we can write that B into 1, B into 1 plus 1, 2B per centimeter. So for j equal to 2, that is 2B. For j equal to 2, EJ is 6B and 12B, 20B. Then transition നമ്മൾ എടുക്കുന്ന സമയത്ത് 0 to 1 transition ഉണ്ടാകും, 0 to 1 transition, 1 to 2, 2 to 3 transition. അപ്പോൾ സ്പെക്ട്രൽ ലൈൻ നമുക്ക് നോക്കാം. 0 to 1 വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ട്രാൻസിഷൻ എടുക്കും. ഡെൽറ്റ ഇ ജെ ഈക്വൽ ടു 0 to 1, j equal to 0 to j equal to 1. നമുക്ക് ഇവിടെ നോക്കിയാൽ മതി, സിമ്പിളായിട്ട് നോക്കാം. 0 to 1 എന്ന് പറയുമ്പോൾ 2B വരും. അപ്പോൾ 2B ലൈനാണ് ഈ കാണിച്ചിട്ടുള്ളത്, 2B ലൈൻ. ഓക്കെ, ദെൻ 1 to 2 വരുമ്പോൾ നമുക്ക് ട്രാൻസിഷൻ ലൈൻ 4B കിട്ടും. ആ 4B ആണ് ഈ വര. അപ്പോൾ നിങ്ങളിത് വരച്ച് പഠിക്കണം, ഈ ട്രാൻസിഷനും അതിൻ്റെ സ്പെക്ട്രൽ ലൈൻസും നിങ്ങൾ വരച്ച് പഠിക്കുക. അപ്പോൾ 2B, 4B. ദെൻ 2 to 3 വരുമ്പോൾ നമുക്ക് നോക്ക് 2 to 3
6b നമുക്ക് കിട്ടും. 6b ലൈൻ ആണ്. ബാക്കി ലൈൻസ് 8b, 10b, 12b എല്ലാം നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ. Then we have showed the allowed energy levels diagram. Plainly for j equal to 0, we have Ej equal to 0, and we would say that the molecule is not rotating at all during the j equal to 0 state. For j equal to 1, the rotational energy is epsilon 1, or E1 is equal to 2b, and the rotating molecule then has its lowest angular momentum. And we can calculate the values for each j with increasing j values, and we have already calculated and drawn the spectral line. Now we need to consider the differences between the levels in order to discuss the spectrum. If we imagine the molecule to be in the j equal to 0 state or ground state, where the molecule is not in rotation, okay, and a radiation is incidenting on this molecule, and it absorbs, and due to the absorption of energy, the molecule rises to the next level, or rotation next rotation level, j equal to 1 state. അപ്പോൾ ഇതിന് കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ഒരു പ്രധാന ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിൽ ചാർജ് ഇന്ററാക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് മോളിക്യൂള് രണ്ട് ആറ്റം പറഞ്ഞല്ലോ. അപ്പോൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്, ഓപ്പോസിറ്റ് ചാർജസ് അല്ലേ, പ്ലസ് ചാർജ് മൈനസ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ആ ഡൈപോൾ മൊമെന്റ് ആണ് that has an electric field, dipole moment, then that electric field interacts with the incoming electromagnetic field lines, then that electric field of the dipole moment interacts with the electric field of this electromagnetic waves, then it's rotate, then we will get the rotation. അപ്പോൾ ഈ ഇൻറ്ററാക്ഷന് പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ that molecule should have dipole moment. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂൾ മാത്രമേ നമ്മൾ ഇത് ആക്റ്റീവ് എന്ന് പറയാം. മൈക്രോവേവ് ആക്റ്റീവ് പറയാം, അത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വരും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, ലൈറ്റ് റേഡിയേഷൻ ഓർ ദ ഇലക്ട്രോമാഗ്നെറ്റിക് റേഡിയേഷൻ ഇൻട്രാക്ടിങ് ദിസ് മോളിക്യൂൾ ആൻഡ് ഇറ്റ് ഗെയിൻസ് എനർജി ഓർ ഇറ്റ്സ് അബ്സോർബ്സ് എനർജി ആൻഡ് ഇറ്റ് റൈസസ് ടു ദി ഹയർ സ്റ്റേറ്റ് j equal to 1 സ്റ്റേറ്റ് ഫ്രം ദി j equal to 0 ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റിനെ നമുക്ക് ഇ ജെ ഈക്വൽ ടു 1 ടു മൈനസ് ഇ ജെ ഈക്വൽ ടു 0 സ്റ്റേറ്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. 2b മൈനസ് 0 വി വിൽ ഗെറ്റ് 2b പെർ സെൻറ്റിമീറ്റർ. ഇത് വേവ് നമ്പർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ മ്യൂ ബാർ ജെ ഈക്വൽ ടു 0 ടു ജെ ഈക്വൽ ടു 1 2b, ആ ലൈൻ നമ്മളവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ. Then from if the molecule is rising from j equal to 1 to j equal to 2 state, then we will get 4b. ഇതിനെ കിട്ടിയെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പേപ്പർ വെച്ച് എഴുതിയിട്ട് തന്നെ നോക്കണം. ജനറലി we can make a general equation. നിങ്ങൾ എഴുതാം. അപ്പോൾ മ്യൂ ബാർ ജെ ടു ജെ പ്ലസ് 1 ഈക്വൽ ടു b into j plus 1 into j plus 2 minus b into j into j plus 1. അപ്പോൾ j ഈക്വൽ ജെനോട് കൂടെ j പ്ലസ് 1 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത് j പ്ലസ് 1 ആവും, ഇത് j പ്ലസ് 2 ആവും. അപ്പോൾ ആ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് b into j square plus 3j plus 2 minus j square plus ചെയ്ത് നോക്കാം, മനസ്സിലാവും. Then after rearranging, cancelling these terms, we will get this 2b into j plus 1 per centimeter. But the transition can be represented by this equation 2b into j plus 1 per centimeter, and we will get the stepwise rising of the rotational energy
results in the absorption spectrum consisting of lines 2b, 4b, 6b per centimeter. While a similar lowering would result in identical emission spectrum. അപ്പോൾ ഇത് അബ്സോർപ്ഷൻ 2b 4b 6b ആണെങ്കിൽ എമിഷനും 6b 4b 2b അങ്ങനെ തന്നെ ആയിരിക്കും. ആ ലെവലിൽ തന്നെ നമുക്ക് അബ്സോർപ്ഷനും കിട്ടുന്നത് എമിഷനും കിട്ടും. Schrodinger equation, wave equation shows that for this molecule we need only consider transition in which J changes by 1 unit. നമ്മൾ 0 to 1, 1 to 2, 2 to 3 അങ്ങനെ നമ്മൾ ട്രാൻസിഷൻ നമ്മൾ ആ Schrodinger equation അത് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. All other transitions being spectroscopically forbidden. Such a result is called selection rule. We may formulate it for the rigid diatomic rotator. For rigid diatomic rotator, the selection rule is delta J equal to plus or minus 1. Plus 1 or minus 1. 1 to 2 എന്ന ഒരു ട്രാൻസിഷൻ റൊട്ടേഷണൽ സ്റ്റേറ്റിൽ ഇല്ല. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ റൂൾ ഫോർ ഡയാറ്റമിക് റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയാൻ കാരണം ഈ രണ്ട് മാസും ഒരു റിജിഡ് ഒരു റോഡ് വെച്ച് നമ്മൾ നല്ല റിജിഡ് ആയിട്ട് ബോണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അർത്ഥം. അത്രേ ഉള്ളൂ. അത് നോൺ റിജിഡ് ആകുമ്പോൾ ഈ റിജിഡ് റോഡ് പോയി കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ റബ്ബർ ടൈപ്പ് റബ്ബറാണെന്ന് പകരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താകും, ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, അല്ല ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം. വൈബ്രേഷൻ ഇപ്പോൾ റൊട്ടേഷൻ വരുമ്പോൾ ഇത് എങ്ങനെ വരും, റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ രീതിയിൽ റബ്ബറിൻ്റെ രണ്ട് എൻഡിൽ നിങ്ങൾ കല്ല് കെട്ടിയിട്ട് അതിന് റൊട്ടേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, വൈബ്രേഷൻ കൂടി അതിന് കൂടെ വരും. അപ്പോൾ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ഓൺലി ഇഫ് ദ മോളിക്യൂൾ ഈസ് അസിമെട്രിക് ഓർ ഹെട്രോന്യൂക്ലിയർ വിൽ ദിസ് ഹെട്രോന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് HCl ഹൈഡ്രജനും ക്ലോറിൻ, ദാറ്റ് ഈസ് എ ഹെട്രോന്യൂക്ലിയർ system. Will this spectrum be observed? Since if it is homonuclear, there will be no dipole component change during the rotation and hence no interaction with radiation. അപ്പോൾ H2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ H2 അപ്പോൾ ഹോമോന്യൂക്ലിയർ ആണ്. H2O വരുമ്പോൾ HOH എന്നുള്ള ഒരു സ്റ്റേറ്റ് വരും. അപ്പോൾ അത് ഹെട്രോന്യൂക്ലിയർ ആണ്. അപ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. H എടുക്കുമ്പോൾ പ്ലസ് ചാർജ്, രണ്ട് പ്ലസ് ആണ്. ഡൈപോൾ ചേഞ്ച് ഇല്ല, നോ ഡൈപോൾ കമ്പോണൻറ്റ്. സോ ദാറ്റ് കനോട്ട് ഇൻറ്ററാക്ട് വിത്ത് ദി ഇൻകമിങ് റേഡിയേഷൻ. അപ്പോൾ കണ്ടീഷൻ എന്താണ്, ഹെട്രോന്യൂക്ലിയർ ആയിരിക്കണം, ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകണം. അപ്പോൾ ഇഫ് ദർ ഈസ് എ ഡൈപോൾ ചേഞ്ച്, ഡൈപോൾ മൊമെന്റ്, then there is an electric field that can interact with the incoming electromagnetic radiation. If there is no dipole, there is no interaction of this radiation with the matter. The molecules such as HCl and CO will show a rotational spectrum, while N2 and O2 will not. I understood. HCl, H plus Cl minus, C plus O minus. Okay, there is a dipole. N2 പറയുമ്പോൾ N plus N plus O2 O minus O minus. There will not be any dipole. And you should remember that the rotation about the bond axis, നമ്മൾ നേരത്തെ കണ്ടത് ഈ bond axis is rejected since there is no moment of inertia. നമ്മൾ ഈ ഇക്വേഷനിൽ I0 കൊടുക്കും, I0 വരും, I0 ആയി പോകും. അപ്പോൾ ട്രാൻസിഷൻ ഉണ്ട്. അപ്പോൾ there is no moment of inertia about the bond, and the energy levels would be extremely widely spaced. This means that the molecule requires a great deal of energy to be raised from J equal to 0 to J equal to 1 state. Such a transition do not occur under normal spectroscopic conditions. Thus, diatomic molecules are in the J equal to 0 state for rotation about the bond axis, and they may be said to be not rotating. Secondly, even if such a transition should occur, there will be no dipole change and no spectrum. Or dipole change വരുന്നില്ല, കാരണം ഒരേ പൊസിഷൻ തന്നെയാണ് ചാർജ് നിൽക്കുന്നത്.
പക്ഷേ എൻഡ് ടു എൻഡ് റൊട്ടേഷൻ വരുമ്പോൾ ഡൈപോൾ ചേഞ്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. മനസ്സിലായോ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. അവിടെ ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. പക്ഷെ നമ്മൾ ബോണ്ട് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷൻ തന്നെ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ Gilliam et al. Have measured the first line J equal to 0 in the rotation spectrum of carbon monoxide as 3.84235 per centimeter. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get the value for B. B is 1.92118 per centimeter for carbon dioxide, right? And substituting these values in the moment of inertia for carbon dioxide, we will get the moment of inertia of carbon dioxide is 14.5695 into 10 power minus 47 kilogram meter square. But the moment of inertia is mu r square. നമ്മൾ അതിൻ്റെ വാല്യൂസ് കാർബൺ മാസ് ഓക്സിജൻ്റെ മാസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ the reduced mass is mu is equal to 11.38365 10 power to minus 27 kilogram. Hence r square is I by mu is equal to 1.2799 into 10 power minus 20 meter square. Then RCO is equal to 0.1131 nanometer. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ if we know the B, we can find the I, and if we know the I, we can find the bond length. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻസ് നോക്കുക, അത് ഉപയോഗിച്ച് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കുക കേട്ടോ.